പണ്ട് കുറച്ച് 2 ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് കള്ളൊക്കെ കുടിച്ചിട്ട് എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞൊരു കഥയാണ്. ഇവർ 3 പേര് നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അതിൽ ഒരുത്തൻ ഇവരുടെ കണ്ടൊരു ജോലി കിട്ടിയപ്പം അവന് വേണ്ടി ഇവർ ഒരു ഷോപ്പ് ഇടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഷോപ്പൊക്കെ ഇട്ടു. അവൻ അത്യാവശ്യം നല്ല ഡെവലപ്പായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ ഇവൻ ഭാര്യയെ എടുത്ത് പറഞ്ഞു, നമ്മൾ ചെറുപ്പകാലത്തൊക്കെ പിള്ളേർ പോയി കാണിക്കുന്ന ചില വൃത്തികേടുകളുണ്ടല്ലോ. വൃത്തികേടാണെന്ന് ചോദിച്ചാൽ അന്ന് അത് വൃത്തികേടല്ല, പക്ഷേ ഇപ്പോൾ അത് ഈ സദാചാരക്കാർക്ക് അതൊരു വൃത്തികേടുമായിരിക്കും. അപ്പോൾ പറഞ്ഞു അവന്മാർ രണ്ടുകൂടെ പോയി ഇങ്ങനെയൊക്കെ ചെയ്തു. അതായത് ഇയാളങ്ങ് സ്കിപ്പായി. ഞാൻ മാന്യൻ, അവന്മാർ പോയി ചെയ്തു, നീ ഇതാരോടും പറയേണ്ടെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു, അപ്പുറത്തെ ചേച്ചിയോട് പറഞ്ഞു, ആ ചേച്ചി കുറേ ചേച്ചിമാരോട് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഈ നാട്ടിൽ ഇതങ്ങ് പാട്ടായി. ഇവർക്ക് ഇതിനോട് ഭയങ്കര ദേഷ്യമായി. ഇവർ ചെയ്യുന്നത് അവിടെ ഒരു കടയിൽ പോയിട്ട് ഒരു കോഴിത്തല മേടിച്ച് അതിൽ ഒരു തകിടൊക്കെ കയറ്റി ഒരു ഭസ്മമൊക്കെ ഇട്ട് കുങ്കുമൊക്കെ ഇട്ടിട്ട് ഒരു പട്ടിൽ പൊതിഞ്ഞ് ഇവൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് എറിഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ബിസിനസ് തകർന്നു. അതിലൊരു സാധനമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് തകർന്നത്? ഇത് കണ്ടതിന് ശേഷം അവൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നെഗറ്റീവുകളെയും അവൻ കൗണ്ട് ചെയ്തു. അതുവരെ അങ്ങനെ കൗണ്ട് ചെയ്യുമായിരുന്നില്ല. സ്വാഭാവികം, അങ്ങനെ സംഭവിക്കും. ഇത് ശരിക്കും ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ കണ്ണീറും ഈ ആഭിചാരവും ഒക്കെ വിശ്വസിക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഇത് ഹൈന്ദവ കുടുംബങ്ങളെ നശിപ്പിക്കുന്നുണ്ട്.